ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല കിഡിലനായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്, DTDC ആണ് കൊറിയർ സർവീസ് വരുന്നത്. പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിൻ്റെ ട്രാക്കിംഗ് ID ഒക്കെ അയച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. ആ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് തരുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് വരുന്നത് റെഡ് മാൻഡവില്ലയാണ്. മാൻഡവില്ലയുടെ ഒരു 2-3 കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. മാൻഡവില്ലയുടെ ഇത് കണ്ടില്ലേ, റെഡ് കളറാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു മാൻഡവില്ല പ്ലാന്റ്. നല്ല കടും ചോര കളർ റെഡ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അപ്പോൾ പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. എല്ലാത്തൊന്നും ഇതുപോലെ മുട്ടുകളായി വരുന്നേ ഉള്ളൂ കേട്ടോ. ചിലതിലൊക്കെ ഇങ്ങനെ മുട്ടായി വരുന്നേ ഉള്ളൂ, ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളാണ് വരുന്നത്. ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. ഓവർ വലിപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 250 രൂപയാണ്. 250 ആണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന മാൻഡവില്ലയുടെ തന്നെ പിങ്ക് കളറാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല പിങ്ക് കളറിൽ പൂക്കൾ ലഭിക്കുന്ന പിങ്ക് കളറൊക്കെ വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ഒരു 4-5 പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരണം. അതുപോലെ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ അഡ്രസ്സ്, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, പഴയ ആൾക്കാർ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ആൾക്കാരുടെ ഒക്കെ അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. എന്നാലും പുതുതായിട്ട് വരുന്നവർ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഉടനെ തന്നെ അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും അയക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് 1-2 ആൾക്കാരുടെ അഡ്രസ്സ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാന്റുകൾ നമ്മൾ അയച്ചിട്ടില്ല. സോറി, 2-3 ദിവസം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, ആ അഡ്രസ്സിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവർ അഡ്രസ്സ് അയച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ഒരു 2-3 ആൾക്കാരുടെ പ്ലാന്റ് നമ്മളിവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്, അഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഡ്രസ്സ് അയക്കണം കേട്ടോ, പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ. അപ്പോൾ ഈ ഒരു പിങ്ക് മാൻഡവില്ലയ്ക്കും വില വരുന്നത് 250 രൂപ തന്നെയാണ് വരുന്നത്. അടുത്ത് വരുന്ന വൈറ്റ് കളർ മാൻഡവില്ലയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് മാൻഡവില്ല. നമുക്ക് നല്ല ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള 1 വർഷം 1 ലക്ഷം പൂ എന്നാണ് ഈ പ്ലാന്റിനെ പറ്റി പറയുന്നത്. അത്ര അധികം പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മാൻഡവില്ല. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറാണ് ഇത് കേട്ടോ. വൈറ്റ് കളറിൻ്റെ വില വരുന്ന 200 രൂപയാണ്. 200 ആണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ. ഈ 200 രൂപയാണ് വൈറ്റ് മാൻഡവില്ലയ്ക്ക് വരുന്നത്. അടുത്ത് വരുന്ന കിടിലൻ പ്ലാന്റ് ആണ് കേട്ടോ, മാൻഡവില്ലയുടെ തന്നെ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഫ്ലവറായിട്ട് നിൽക്കുന്ന കിടിലനായിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ കളർ വരുന്ന ഒരു ഇളം റെഡ് കളറാണ് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ചത് നല്ല കടും റെഡ് കളറാണ്. അപ്പോൾ ഇതൊരു ലൈറ്റ് റെഡ് കളറാണ് വരുന്നത്. നല്ല കിടിലനായിട്ടുള്ള പ്ലാന്റ് കേട്ടോ. ഇതുപോലെ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ്, ഹെൽത്തി പ്ലാന്റ്, ഒരു 10 ഇഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 400 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. അടുത്ത് വരുന്ന കിടിലം പ്ലാന്റ് കണ്ടില്ലേ, ഇതുപോലെയുള്ള നിക്കോഡി പ്ലാന്റ് കണ്ടില്ലേ, നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ചിലതിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. എന്ത് ഭംഗിയാണെന്ന് പറയുന്നത് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വലിയ കവറിൽ വന്നിരിക്കുന്ന വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വെയിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 300 രൂപയാണ്. കണ്ടില്ല, നല്ല ഭംഗിയായിട്ടുള്ള ഇതിന്റെ ലീഫുകൾ, നല്ല ലാവണ്ടർ കളറിലുള്ള ലീഫുകളും അതുപോലെ ഇതിന്റെ കളർ കോമ്പിനേഷൻ പൂക്കൾ നല്ല കിടിലും പൂക്കളുമാണ് കേട്ടോ. നിറയെ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റുകൾ. നമുക്ക് കൂടുതൽ വെള്ളമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 300 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന നമ്മുടെ ബാർലേരി പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. നമുക്കിതിൻ്റെ വിത്തുകളൊക്കെ പെട്ടെന്ന് ഇത് വിത്തുകളായി കിട്ടുന്നതാണ്. അപ്പോൾ നിറയെ നമുക്ക് വീണ്ടും തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പൂക്കളുടെ ഭംഗി നിങ്ങൾ കാണുന്നില്ലേ, നല്ല കുഞ്ഞു പൂക്കളാണ്. എന്നാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്.
അടുത്ത് വരുന്ന നല്ല നാടൻ ജറബറുകളാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് ജറബർ പ്ലാന്റുകൾ. നാടൻ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കടും റെഡ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ഇതുപോലെ കുഞ്ഞു തൈയാണ്, വലിയ വലിപ്പമൊന്നുമില്ല. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന ജറബറയുടെ തന്നെ യെല്ലോ കളറാണ് കേട്ടോ. നല്ല മഞ്ഞ കളർ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 80 രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ബേബി സൺറോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റാണ് ബേബി സൺറോസ്. അപ്പോൾ കുറച്ച് മുമ്പേ ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് എന്ന വരിയിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളും ലഭിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു സക്കുലൻ്റ് വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന കുറ്റിമുല്ലയാണ്. ഇത് കണ്ടില്ലേ, നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന അപാര സ്മെല്ലുള്ള പൂക്കളാണ്. അതുപോലെ നല്ല കട്ട പൂക്കളുമാണ് ഇതിൻ്റെ വരുന്നത്, കുറ്റിമുല്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറേബ്യൻ ജാസ്മിൻ കാണിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് ഒത്തിരി ആൾക്കാർ വാങ്ങിയിരുന്നു അറേബ്യൻ ജാസ്മിൻ. അപ്പോൾ ഇത് നമുക്ക് വരുന്ന കുറ്റിമുല്ലയാണ്. നമുക്ക് ചട്ടിയിലൊക്കെ ഇങ്ങനെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മുല്ല വെറൈറ്റിയാണ്. അപ്പോൾ നല്ല അപാര സ്മെല്ലുമാണ് പൂക്കൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 70 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന സാൻഡൽ മുല്ലയാണ്. നല്ല ചന്ദനത്തിൻ്റെ മണമുള്ള സാൻഡൽ മുല്ലകൾ. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണ്. നല്ല രാത്രി സമയത്താണ് ഇതിൻ്റെ പൂക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്മെല്ലടിക്കുക. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന, ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത്രയും സ്മെല്ലുള്ള ഒരു പൂക്കൾ കൂടിയാണ് ഇതിൻ്റെ. നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ നല്ല ചന്ദനത്തിൻ്റെ മണം അടിച്ച് വീശുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന മരമുല്ലയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് മുല്ല വെറൈറ്റികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത മരമുല്ലയാണ്. ഇതും നല്ല അപാരമായ സ്മെല്ലുള്ള പൂക്കളാണ് മരമുല്ല. മരമുല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ വലിയ മരമായിട്ടൊന്നും പോകുന്ന ടൈപ്പല്ല. നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് കാണിച്ചിരുന്നു. 300 രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതും നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്. നിറയെ മുട്ടുകളും പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. നിറയെ പൂക്കൾ ലഭിക്കും. അതുപോലെ നല്ല സ്മെല്ലുള്ള പൂക്കളും കൂടിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 200 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്നത് വയലറ്റ് മുല്ലയാണ്. വയലറ്റ് മുല്ല നല്ല ബഞ്ചായിട്ട് എല്ലാ സമയത്തും ഏത് മഴയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ്. നിറയെ പൂക്കൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ വയലറ്റ് മുല്ല. നിറയെ പൂക്കാൻ തുടങ്ങിയ ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ് ഇതിന്. എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഒരു പ്ലാന്റാണ്. എല്ലാത്തിനും ഫ്ലവറൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. ചില സമയത്ത് മഴ പെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്, നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് പൂക്കളൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോയേക്കാം. അപ്പോൾ എന്ന് വരികിലും നല്ല പൂക്കാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന ഓർക്കിഡ് റോസാണ്. നിറയെ കോല കുത്തി പൂക്കുന്ന റോസുകളാണ് നമ്മുടെ ഓർക്കിഡ് റോസുകൾ. അപ്പോൾ ഈ റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരെ മുള്ളില്ലാത്ത പൂക്കളാണ്. നമുക്ക് കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന, ഒരു പേടിയും പേടിക്കേണ്ട. കുട്ടികളൊക്കെ പോയി പിടിക്കുമെന്നൊക്കെ പേടിച്ചിട്ട് ചില ആൾക്കാരൊക്കെ റോസ് വളർത്താതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒട്ടും തന്നെ മുള്ളില്ലാത്ത റോസാണ്. അതുപോലെ ഇതുപോലെ നല്ല കോലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് ഓർക്കിഡ് റോസുകൾ. അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ട്, ബഡല്ലാത്ത കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 140 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന ബട്ടൺ റോസിൻ്റെ വൈറ്റ് കളർ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് ബട്ടൺ റോസുകൾ. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാവശ്യം. നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതും കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റാണ്, ബഡല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 120 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റാണ് സ്ട്രോബെറി പ്ലാന്റുകൾ. സ്ട്രോബെറി പ്ലാന്റുകൾ നമുക്ക് ഒരു അലങ്കാരത്തിന് നല്ലൊരു വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് നമ്മുടെ സ്ട്രോബെറി പ്ലാന്റുകൾ. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് നമ്മുടെ ഷെയ്ഡിൻ്റെ അടിഭാഗത്തൊക്കെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ് നമ്മുടെ സ്ട്രോബെറി പ്ലാന്റുകൾ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് വരുന്നത്. ഒത്തിരി ആൾക്കാർ നമ്മളോട് സ്ട്രോബെറി പ്ലാന്റ് സ്റ്റോക്ക് വന്നോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. 100 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ബ്ലൂ ഡെയ്സി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന, ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ബ്ലൂ ഡെയ്സി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നിറയെ പൂക്കൾ ലഭിക്കുന്ന, എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകളൊക്കെ ആക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. അടുത്ത് വരുന്ന ലാവൻഡർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലാവൻഡർ പ്ലാന്റ്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ലീഫുകൾക്ക്. പൂക്കളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ലീഫുകൾക്ക് നല്ലൊരു സ്മെല്ലുള്ള ഇലകളാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം വെയിൽ വേണ്ട സ്ഥലത്തൊക്കെ വെക്കാൻ നമുക്ക് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും കേട്ടോ. അടുത്ത് വരുന്നത് നമ്മുടെ ജേഡ് പ്ലാന്റ് ആണ്. നമുക്ക് മിനി ഷെയ്ഡിലൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഷെയ്ഡ് ഭാഗത്തൊക്കെ വളർത്താനും നമുക്ക് സിറ്റ് ഔട്ട് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാനും നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ്. ഓവർ വെള്ളമൊന്നും കൊടുത്ത് ചീത്തയാക്കാതിരുന്നാൽ മതി. നമുക്ക് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു പ്ലാന്റ് ആണ് ജേഡ് പ്ലാന്റ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. നല്ല തിക്കായിട്ട് പോട്ട് തിക്കായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന യെല്ലോ മെലസ്ട്രോമയാണ്. മെലസ്ട്രോമയുടെ യെല്ലോ കളർ കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് ആൾക്കാർ മെലസ്ട്രോമ യെല്ലോ ഉണ്ടോ എന്ന് വെച്ച് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല യെല്ലോ കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 120 രൂപയാണ്. അടുത്ത് വരുന്ന ടെക്കോമയാണ്. ടെക്കോമയുടെ ഒരു യെല്ലോയും അതുപോലെ റെഡ് കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ പൂക്കളൊക്കെ മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ ഒന്ന് പൂക്കൾ പോയിട്ടുണ്ട്. എന്നുവരെയും പുതിയ മുട്ടുകളൊക്കെ വന്ന് പുതിയ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ടെക്കോമ വെറൈറ്റികൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വെറൈറ്റി മാത്രമേ ഇപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അടുത്ത് വരുന്ന പൂന ചെത്തികളാണ് കേട്ടോ. പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ചെത്തികൾ. നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ചെത്തികൾ. അപ്പോൾ ഒരു 2-3 ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. പിന്നെ പൂന വെറൈറ്റിയുടെ തന്നെ വൈറ്റ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഷെട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഇതിൽ ചിലത് വൈറ്റ് കളറാണ് ഇത് വരുന്നത്. ചിലതിലൊക്കെ മാത്രം, എല്ലാത്തിലൊന്നും കേട്ടോ, ഇതുപോലെ ഒരു പിങ്ക് കളറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അത് എല്ലാവരും അങ്ങനെ നിർബന്ധം പിടിക്കരുത് കേട്ടോ. കാരണം ഒരു ചട്ടിയിൽ ഇങ്ങനെ 2 കമ്പ് കുത്തിയതായിരിക്കും 2 കളറിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. 250 രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത്. അടുത്ത് വരുന്ന യെല്ലോ കളറിൽ ലെൻഡാനകളാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ടും ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ലെൻഡാന പ്ലാന്റുകൾ. അപ്പോൾ നല്ല മഞ്ഞ കളറിലുള്ള പൂക്കൾ ലഭിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ. ഇതുപോലെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന കൂഫിയ പ്ലാന്റ് ആണ്. കൂഫിയ പ്ലാന്റിൻ്റെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ, നല്ല വയലറ്റ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റുകൾ. അപ്പം ഇത് നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. കുഞ്ഞു പൂക്കളാണെന്ന് മാത്രം, എല്ലാ സമയത്തും ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറും കൂടി ഉണ്ട്. വൈറ്റ് കളർ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിച്ചാൽ മതി വൈറ്റ് കളർ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് വന്ന് പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്. ഈ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്റ്റ് നമ്പർ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് മാത്രം വരിക. പ്ലാന്റുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.